ഹലോ നമസ്കാരം. വിയോ 3യുടെ വീഡിയോ കണ്ട ശേഷം കുറേ ആളുകൾക്ക് നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വിയോ 3യിൽ വീഡിയോ നിർമ്മിക്കേണ്ട കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റുകൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് കുറേ ആളുകൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് നിർമ്മിക്കാം, ഏതാണ് ബെസ്റ്റ് AI ടൂൾ പ്രോംപ്റ്റുകൾ നിർമ്മിക്കേണ്ടത്, പ്രോംപ്റ്റുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ആളുകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓഡിയോ കൃത്യമായിട്ട് വിയോ 3യിൽ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ വിയോ 3യുടെ ബേസിക് അറിയാത്തവരുടെ നമ്മൾ വിയോ 3യുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ആദ്യം അത് നിങ്ങൾ കാണുക. വിയോ 3യുടെ പ്രോംപ്റ്റ് നിർമ്മിക്കാൻ ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ChatGPT തന്നെയാണ്. പേഴ്സണലി ആയിട്ട് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് അതാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ ആപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ ChatGPT എന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിയോ 3 ടെക്സ്റ്റ് ടു, ഇവിടെ കണ്ടോ GPS എന്നുള്ളിടത്ത് വിയോ 3 ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ള ഈ ഒരു AI ചാറ്റ് ബോട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം ഇത് തന്നെ ഈ ഒരു ലോഗോ വരുന്നത് തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ചാറ്റ് ബോട്ട് എന്തിനാ വെച്ചാൽ നമ്മൾക്ക് എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻസ് ഉണ്ടാകും. അപ്പോൾ പല ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് വിയോ 3 ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട വീഡിയോ ഇത് വെച്ചുണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ്, സ്പെഷ്യൽ ഓഫേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അങ്ങനെ ഏത് പല വിധേന ഉള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിയോ 3 ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വിയോ 3 വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിലുള്ള കാര്യം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ ആ ഷോപ്പിന് വേണ്ടി ഒരു ഓഫർ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടതാണ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു റഫായിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു AI ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റഫായിട്ട് കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റ് വിയോ 3ക്ക് വേണ്ട രീതിയിൽ വളരെ പ്രിസൈസ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റായിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഇത് മെയ്ക്ക് ചെയ്ത് തരും. അതാണ് ഈ ഒരു AI ടൂളിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റഫായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കോപ്പി ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ലുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്താ വെച്ചാൽ KL ഫോർവേഡ് കുഴിമന്തി എന്നുള്ളതാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ 2 ഫുൾ മന്തി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ മന്തി ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ള ഓഫറാണ് നമ്മൾ ആളുകളോട്ട് പറയേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു, ഒരു മന്തി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഷോപ്പിൻ്റെ ഈ ഒരു ബോർഡ് കാണിക്കണം എന്ന് പറഞ്ഞു. അതന്നെ നല്ല കളർഫുൾ ആകണം എന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് കാണിക്കേണ്ട വെച്ചൊരു മന്തിയാണ്, അതൊന്ന് ആവി ഇങ്ങനെ പോകണം എന്ന് നമ്മൾ എന്ത് ഇടുന്നു പറഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കേരളത്തിലെ ഒരാൾ സംസാരിക്കുന്ന അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റൈലിൽ സംസാരിക്കണം, മലയാളത്തിൽ തന്നെ സംസാരിക്കണം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളവിടെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം, മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്ന് പറയണം. എന്നിട്ട് ബ്രാക്കറ്റിൽ ഞാൻ എന്താണോ പറയേണ്ടത് ഇവിടെ ഇട്ടു. സ്പെഷ്യൽ ഓഫർ KL ഫോർവേഡ് കുഴിമന്തിയിൽ നിന്നും 2 ഫുൾ മന്തി വാങ്ങുമ്പോൾ ഒരു ക്വാർട്ടർ മന്തി തികച്ചും സൗജന്യം എന്നുള്ളതാണ് ഓഡിയോയിൽ പറയേണ്ടത്. ഇത് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് കിട്ടുകയെന്ന് നമ്മൾക്കും അറിയില്ല. നമ്മളിത് ചെയ്ത് നോക്കണം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മളതിൽ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ അതിന് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ വേണം, ക്ലിയർ ആയി സൗണ്ടുകൾ BGM വേണം, പക്ഷേ അനൗൺസ്മെൻറ്റ് ക്ലിയർ ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും വേണം എന്നുള്ളൊരു പ്രോംപ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ബേസിക് പ്രോംപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്യുന്നത് ഒന്നുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് മലയാളത്തിൽ എഴുതുക, അത് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക, ആക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ AI ടൂൾ ചെയ്ത് തരുന്നത് എന്താ വെച്ചാൽ നമുക്ക് വിയോ 3ക്ക് വേണ്ട പ്രോംപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരാണ്. അപ്പോൾ ആദ്യം അവർ ചോദിക്കും, നമ്മൾ കൊടുത്ത ആ പ്രോംപ്റ്റിന് അവരൊന്നുകൂടി വൃത്തിയിൽ അടുക്കി പ്രിസൈസായിട്ട് എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതന്നെ അല്ലേ നിങ്ങൾക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൺഫേം ആണ്, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം എന്ന് കൊടുക്കുക. അല്ല നമ്മൾക്ക് കുറച്ചുകൂടെ അവരെന്തെങ്കിലും നമ്മൾ കൊടുത്തത് മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഇത് കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദിസ് ഈസ് ഓക്കെ ആണെന്ന് പറയാണ്, ദിസ് ഈസ് ഓക്കെ എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു.
ഓക്കെ ദിസ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അപ്പോൾ ഇവിടെ നമ്മളോട് ചിലപ്പോൾ ഒരു കണക്ടറോട് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓക്കെ ആണെന്നുള്ളൊരു റിക്വസ്റ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ അലോ കൊടുത്തു. ഓക്കെ ദേ ആർ മേക്കിംഗ് ദ പ്രോംപ്റ്റ് നൗ. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അവരൊരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് തന്നിക്കാണ്, അതായത് VO3 കൊടുക്കേണ്ട ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് തന്നിക്കാണ്. അപ്പോൾ സ്റ്റൈല് റിയലിസ്റ്റിക് വേണം. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ്, കാർട്ടൂൺ സ്റ്റൈലാണെങ്കിൽ അവിടെ കാർട്ടൂൺ കൊടുക്കാം. ഇവിടെ നിങ്ങളെന്താ വെച്ചാൽ ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ നേരത്തെ കൺഫേം എന്ന് ചോദിക്കില്ലേ, അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ റിയലിസ്റ്റിക് വേണമെന്ന് പറഞ്ഞു, 8 സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ക്യാമറ ഇത് ശ്രദ്ധിക്കണം, അത് നിങ്ങൾക്ക് ഏത് ആംഗിളിൽ നിന്നാണോ ക്യാമറൻ്റെ വിഷ്വൽസ് വേണ്ടത്, അത് ലോങ് ഷൂട്ട് ആണെങ്കിൽ അവിടെ ക്യാമറൻ്റെ അവിടെ ലോങ് ഷൂട്ട്, അടുത്തുനിന്നാണെങ്കിൽ ക്ലോസപ്പ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ വോയിസ് ഓവർ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഇവർ ബ്രാക്കറ്റിൽ ഇട്ട് തന്നു. പിന്നെ വോയിസ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, ലൗഡ് ആവണം, സെലിബ്രിറ്റി ആവണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോൺ നമ്പർ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ നേരെ കോപ്പി ചെയ്യാണ്. നമ്മളിതിനെ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജെമിനിയിൽ VO3 ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ജെമിനി ഓപ്പൺ ചെയ്യാണ്. ജെമിനി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് VO3 ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം ഞാൻ കണ്ടോ VO3 ആണെങ്കിൽ ഇവിടെ ടെക്സ്റ്റായിട്ട് വരും VO3 ഫാസ്റ്റ്. അപ്പോൾ പ്രോ എടുക്കാത്തവർക്ക് VO2 ആണ് ഇത് കിട്ടുക. അപ്പം നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാനുള്ളത്, VO2 നിങ്ങൾക്ക് വീഡിയോ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ VO3 വേണ്ടവർക്ക് AI സ്റ്റുഡിയോ എന്നുള്ള ഒരു AI ടൂളാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ആ വീഡിയോ കാണാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രയൽ വീഡിയോ നോക്കണമെന്നുണ്ടെങ്കിൽ VO2 പോയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെന്ത്, ഈ പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ കിട്ടിയിട്ടുണ്ട്. 1-2 മിനിറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കി നോക്കാം, എത്രത്തോളം ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സ്പെഷ്യൽ ഓഫർ KL ഫോർവേഡ് കുഴിമന്തിയിൽ നിന്നും 2 ഫുൾ കുഴിമന്തി വാങ്ങുമ്പോൾ 1 ക്വാർട്ടർ മന്തി തികച്ചും സൗജന്യം. സ്പെഷ്യൽ ഓഫർ KL ഫോർവേഡ് കുഴിമന്തിയിൽ നിന്നും 2 ഫുൾ കുഴിമന്തി വാങ്ങുമ്പോൾ അതായത് വീഡിയോ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് മലയാളം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ശരിയായിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇംഗ്ലീഷ് മാത്രം കൊടുക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ എന്തോ ഒരു തമിഴ് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ വോയിസ് പക്കയായിട്ടുണ്ട്, വോയിസും പക്കയായിട്ടുണ്ട്, മന്തിയൊക്കെ പക്കയായിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾക്ക് ഒരു അനൗൺസറെ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ഒരു VO3 വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തന്നു. അപ്പം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വൈഡറായിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റ് കൂടി ചെയ്തു നോക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലിറ്റിൽ ഫീറ്റ് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവരൊരു VO3 വെച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവർക്കാണ് സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞത്. അപ്പം നമ്മൾ അവരുടെ പേര് വെച്ചിട്ട് ചെറിയൊരു ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു റഫ് സ്ക്രിപ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞുതരാം. ലിറ്റിൽ ഫീറ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി, കേരള ഡ്രസ്സുള്ള ഒരു കുട്ടി, ഒരു ഷോപ്പിൻ്റെ, അതായത് ലിറ്റിൽ ഫീറ്റ് എന്നുള്ള ഷോപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവളുടെ ഫുൾ വ്യൂ കാണണം. പിന്നെ അവളുടെ ഡ്രസ്സ് ഒരു ഫ്രോക്ക് ആവണം. എന്നിട്ട് അവൾ എന്ത് ചെയ്യണം, വളരെ ക്യൂട്ടായിട്ട് പറയണം, എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്, നിങ്ങൾക്കും വേണോ, ലിറ്റിൽ ഫീറ്റിലേക്ക് വരും എന്നുള്ള ചെറിയൊരു ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓഡിയോ മലയാളം ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ മ്യൂസിക് വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ അഡ്രസ്സും കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് നമ്മളോട് അവർ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് ഒന്നുകൂടി എന്ത് ചെയ്തു, എഴുതി ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് നൈസ്, ദിസ് ഈസ് ഗുഡ്, നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ ഇനി ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് നമുക്ക് ഉണ്ടാക്കി തരികയാണ്. ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഒരു കണക്ടറിനോട് കണക്ട് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അലോ കൊടുത്തു.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഓരോന്നും ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. ക്യാമറ ആണെങ്കിലും അതിൻ്റെ ടെക്നിക്ക് ആണെങ്കിലും വീഡിയോ എഫക്റ്റ് ആണെങ്കിലും ഓഡിയോ എഫക്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, VO3 വീണ്ടും വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രോംപ്റ്റ് കൊടുത്തു. ഇവിടെ വീഡിയോ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡൺ. നമുക്ക് എന്ത് ചെയ്യാം, സമയം എടുക്കും, 1-2 മിനിറ്റ് സമയം എടുക്കും. ഇതും കൂടി നമ്മൾ കരുതുന്ന രീതിയിലാവോ എന്നറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതെനിക്ക് ഭയങ്കര അമേസിങ് ആയിട്ട് തോന്നി. അതായത് നിങ്ങൾക്കിപ്പോൾ ഷോപ്പിലുള്ളവർക്ക് ഷോപ്പിൻ്റെ പരസ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് സെക്ടർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് VO3 ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാതും കിട്ടി. അതായത് നമ്മൾ കുട്ടി വേണം, ആ കടയുടെ മുമ്പിൽ വേണം, ഫ്രോക്ക് വേണം, നല്ല ക്യൂട്ടാവണം, ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു കുറവെന്ന് വെച്ചാൽ ഓഡിയോ കറക്റ്റ് നമ്മൾ പറഞ്ഞ മാതിരി ഓഡിയോ സംസാരിക്കുന്നില്ല. അതായത് കുട്ടിയുടെ മൗത്തിങ് ലിപ്പ് മൂവ്മെൻറ്റ് കണ്ടാൽ നമ്മൾ പറയുന്നത് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 2 വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ല നൈസായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ ലിറ്റിൽ ഫീറ്റ് എന്നുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു വീഡിയോ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി. 2ലും ഓഡിയോ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ചില സമയത്ത് അപ്പോൾ മുമ്പത്തിൽ ഓഡിയോ കിട്ടി, ഇപ്പത്തിൽ ഓഡിയോ കിട്ടിയില്ല. നമുക്കിത് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ നിലവിലില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഡിയോൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് വേറൊരു AI ടൂളുകളുണ്ട്. ഹൈജൻ എന്ന് പറയുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഓഡിയോ വെച്ചിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ലിപ്പ് മൂവ്മെൻ്റ് അടക്കമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈജൻ എന്നുള്ള AI ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിർമ്മിക്കാൻ ആവശ്യമായ പ്രോംപ്റ്റ് ഞാൻ താഴെ ഇടുന്നുണ്ട്, കമൻറ്റിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതേപോലെ നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രോംപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് എങ്ങനെ പ്രോംപ്റ്റുകൾ മേക്ക് ചെയ്യാം, അങ്ങനത്തെ കുറേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രോംപ്റ്റ് എടുക്കുന്നത് വഴി അവർക്കൊന്നുകൂടി ഇതൊക്കെ എഫക്റ്റീവ് ആകും, ഒന്നുകൂടി രസകരമാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us.